മലയാള സിനിമയിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഇങ്ങനെ ഉരുണ്ടുകൂടി വരികയാണ്. അതായത് സിനിമാ നിർമ്മാണം തന്നെ നിർത്തിവെക്കുമെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. അതിനെതിരെ മറൊരു വശമുണ്ട്. എന്തായിരിക്കും സംഭവിക്കുക? അല്ല, സിനിമയിൽ വലിയ പ്രശ്നമാണ്. കാരണം നമുക്കറിയാം ഒരു വർഷം എത്ര സിനിമ ഇറങ്ങുന്നുണ്ട്, എത്ര സിനിമ വിജയിക്കുന്നുണ്ട്. ഏതാണ്ട് 1000 കോടി രൂപയോളം 2023 മലയാള സിനിമയിൽ ചെലവഴിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. കഷ്ടിച്ച് 2 ഡസൻ 24 സിനിമകൾ മാത്രമാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയത്. സൂപ്പർ ഹിറ്റുകൾ ആയ ചില സിനിമകളുണ്ട്. ബട്ട് സിനിമ മേഖലയിലേക്ക് വലിയ തോതിൽ ആളുകൾ വരികയും നിരന്തരം സിനിമ നമ്മൾ നോക്കൂ, നമ്മുടെ നാട്ടിൻപുറത്തൊരു ചായക്കട തുടങ്ങി, ആ ചായക്കട പരാജയപ്പെട്ടു. അവിടെ തന്നെ പിന്നെയും ആളുകൾ ചായക്കട തുടങ്ങാൻ വരുമോ? ഇല്ല. ഒരു ജംഗ്ഷനിൽ കട തുടങ്ങിയാൽ കച്ചവടത്തിന് ആൾ വരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കച്ചവടം നടത്തൂല. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. എത്ര സിനിമ പൊട്ടിയാലും പിന്നെയും നിർമ്മാതാക്കൾ വരുന്നു, അവരുടെ കാശ് പോകുന്നു, അവർ വഴിയാധാരമാവുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാലമുണ്ട്. നസീറിൻ്റെയൊക്കെ കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറയുന്നത് കേട്ടു. നസീറൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ടു പോയാൽ അടുത്ത സിനിമയിൽ സൗജന്യമായിട്ട് അഭിനയിക്കാം എന്ന് പറയുമായിരുന്നു. അതായത് അതേ നിർമ്മാതാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഇവിടെ സിനിമ വിജയിച്ചാൽ താരത്തിൻ്റെ മഹിമ കൊണ്ട്, മികവ് കൊണ്ട്, സ്റ്റാർഡം കൊണ്ട് സിനിമ വിജയിച്ചു. അതിന് ഉത്തരവാദിത്തം നിർമ്മാതാവിന് ഒരു പങ്കുമില്ല. സിനിമ പരാജയപ്പെട്ടാൽ നിർമ്മാതാവിൻ്റെ കാശ് പോയി. നിർമ്മാതാവ് താരങ്ങൾക്ക് കാശ് കൊടുക്കും, എല്ലാ പൈസയും കൊടുക്കും. നിർമ്മാതാവിൻ്റെ പോക്കറ്റ് കാലിയായി അയാൾ വസ്തുവും വിറ്റ് കടം കയറി നാട് വിടേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ എത്ര കാലം സിനിമ എടുക്കാൻ പറ്റും? ഇങ്ങനെ നിരന്തരം സിനിമ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റും? സിനിമയ്ക്ക് ഇപ്പോൾ നിർമ്മാതാക്കൾ പറയുന്നത്, സുരേഷ് കുമാർ പറയുന്നത്, സിനിമയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി താരങ്ങൾ നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു താരം ഒരു സിനിമ സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ അയാളുടെ പ്രതിഫലം 10-25% കൂട്ടുന്നു. എന്നാൽ അതിനുശേഷം അയാളുടെ 2-3 പടം പൊട്ടിയാൽ പോലും അതാരും ഗൗനിക്കുന്നില്ല. ചില താരങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പൈസ കൊടുക്കാനും ചില ആളുകൾ വരുന്നു. ഇങ്ങനെ അഫോർഡബിൾ അല്ലാതെ സിനിമയുടെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ താരങ്ങൾ പ്രതിഫലം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പ് മലയാള സിനിമയിലെ മറ്റൊരു നിർമ്മാതാവിൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരുന്നു. അത് ചില ആളുകൾ പറയുന്നുണ്ട്, പക്ഷേ അത് വലിയ വാർത്തയല്ല. സുരേഷ് കുമാറിൻ്റെ പേരിലാണ് വാർത്തയായതെങ്കിലും ഈ ചർച്ചയ്ക്ക് എനിക്ക് തോന്നുന്ന തുടക്കം കുറിച്ചത് മലയാളത്തിലെ ഇപ്പോൾ പ്രശസ്തനായ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയാണെന്ന് തോന്നുന്നു. വേണു കുന്നപ്പള്ളി ചെറിയൊരു ബജറ്റിൽ 8 കോടി രൂപ മറ്റും മുടക്കി നിർമ്മിച്ച സിനിമയാണ് രേഖാചിത്രം. വളരെ ശ്രദ്ധേയമായ സിനിമയാണ്. ആ സിനിമ ഇപ്പോൾ ഏതാണ്ട് 75 കോടിയൊക്കെ കടന്നു കളക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ബമ്പർ ഹിറ്റുകളായ സിനിമകൾ 2018 ഉണ്ട്, അതിനു മുമ്പ് മാളികപ്പുറമുണ്ട്. ഒരുപിടി മാമാങ്കം മുതൽ ഒരുപിടി നല്ല സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്ത നിർമ്മാതാവാണ് വേണു കുന്നപ്പള്ളി. അദ്ദേഹം 5 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിരുന്നു. ആ പോസ്റ്റ് ശരിക്കും മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് അറിയേണ്ടതാണ്. അപ്പോൾ ഒരുപാട് പേര് ഞാൻ നോക്കുമ്പോൾ ആ പോസ്റ്റ് ആകെ കണ്ടിരിക്കുന്നത് 818 പേര് അതിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്, 25 ഷെയർസ് വന്നിട്ടുണ്ട്, 174 കമൻറ്റും വന്നിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും അറിയേണ്ടുന്ന ചില വസ്തുതകളാണ് വേണു കുന്നപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. വായിച്ചു വരുമ്പോൾ ഒരു തമാശയുണ്ട്. ഒരു സിനിമ അങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ, താൻ ഒരു താരമാണെന്നൊക്കെ ഒരു യുവനടന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നറിയോ? എനിക്ക് ബിസിനസ് ക്ലാസ്സിലായിരുന്നു മുമ്പ് യാത്രയെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വേണം. ഫസ്റ്റ് ക്ലാസ് അല്ല, വേണമെങ്കിൽ എനിക്ക് പൈലറ്റിൻ്റെ തൊട്ടടുത്തിരിക്കണം എന്ന് വരെ പറയും. ഇങ്ങനെ പറയുന്ന ആളുകൾ വരെ മലയാള സിനിമയിലുണ്ട്. അദ്ദേഹം അതിശയോക്തി കലർത്തി പൈലറ്റിൻ്റെ അടുത്തിരിക്കണം എന്ന് പറഞ്ഞതായിരിക്കാം. അങ്ങനെയൊന്നും അവരിരുത്തൂല. കോക്പിറ്റിൽ കയറി അവർ തൂക്കി വാരി എടുത്ത് അകത്തിടും. പക്ഷേ 1-2 സിനിമ വിജയിച്ചതിന് ശേഷം 10 സിനിമ പൊട്ടിക്കഴിഞ്ഞാലും ഈ സൂപ്പർ താരം തനിക്ക് ഏറ്റവും മുന്തിയ സാധനങ്ങൾ വേണം. ബിസിനസ് ക്ലാസ് ആയിരുന്നെങ്കിൽ ബിസിനസ് പോരാ, ഫസ്റ്റ് ക്ലാസ് വേണം. എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ സ്യൂട്ട് റൂം വേണം, ഏറ്റവും മുന്തിയ കാർ, പറ്റുമെങ്കിൽ വിദേശത്താണെങ്കിൽ റോൾസ് റോയ്സ് തന്നെ സഞ്ചരിക്കാൻ വേണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ സിനിമയിലെ നായകന്മാരായി വരുന്ന പ്രത്യേകിച്ചും ചെറുപ്പക്കാർ മാറിയിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. ഇത്തരം ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് വേണു കുന്നപ്പള്ളി എഴുതിയിരിക്കുന്നത്. ആ വേണു കുന്നപ്പള്ളിയുടെ ഈ കുറിപ്പ് പ്രേക്ഷകരറിയാൻ വേണ്ടി നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം അതിന് കൗതുകരം തോന്നട്ടെ, അതിനിട്ടിരിക്കുന്ന തലക്കെട്ടെന്താണ് നോക്കണം. ചില കൊടൂര ചിന്തകൾ എന്നാണ്. ശരിക്കും അതാണ്, കൊടൂരമായ മാനസിക ഭാവമുള്ള ചില ആളുകൾ മലയാള സിനിമയെ ഞെക്കിക്കൊന്ന് ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മജ്ജയും മാംസവും പച്ചമാംസവും മലയാള സിനിമയുടെ തിന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ കഥാകൃത്തും കൂടിയായ വേണു കുന്നപ്പള്ളി ചില കൊടൂര ചിന്തകളെന്ന് ഈ കുറിപ്പിട്ടിരിക്കുന്നത്. ഞാനത് അതേപടി വായിക്കാം, നമുക്ക് ഇടയ്ക്ക് സംസാരിക്കുകയും ചെയ്യാം.
സിനിമയുടെ ജയപരാജയങ്ങളെക്കുറിച്ചും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന സമയമാണിത്. അറിയാമല്ലോ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സിനിമ അസോസിയേഷൻ ഏതാനും ദിവസം മുന്നേ പുറത്തുവിട്ട ആധികാരികമായ വിവരങ്ങൾ ആശ്ചര്യജനകവും ഞെട്ടിക്കുന്നതുമാണ്. വർഷങ്ങളായി നഷ്ടത്തിലോടുന്ന മലയാള സിനിമാ വ്യവസായത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും വീണ്ടും വീണ്ടും നിർമ്മാതാക്കൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തായിരിക്കാം ഇതിന് കാരണം? എന്തായിരിക്കാം ഇതിന് കാരണമെന്ന് വ്യവസായ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ സക്സസ്ഫുള്ളായി വിജയിച്ചിരിക്കുന്ന, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇട നൽകാതെ താൻ സിനിമയെ ഒരു ബിസിനസ്സായി കാണുന്നു, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല ബിസിനസ്സുകളെ പോലെ ആത്മാർത്ഥമായി ജനുവിനായി നടത്തേണ്ട ഒരു ബിസിനസ്സാണെന്നുള്ള ബഹുമാനത്തോടെ ഈ വ്യവസായത്തെ സമീപിക്കുന്ന ഒരു നിർമ്മാതാവാണ് വേണുകുന്നപ്പള്ളി. വേണുകുന്നപ്പള്ളി ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അറിഞ്ഞും അറിയാതെയും വീണ്ടും വീണ്ടും നിർമ്മാതാക്കൾ സിനിമയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും അതിന് കാരണം? അദ്ദേഹം തന്നെ ആ ചോദ്യം ചോദിച്ചിട്ട് അത് എലാബറേറ്റ് ചെയ്യുകയാണ്. നമുക്കതിലേക്ക് പോകാം. യാതൊരു നീതീകരണവുമില്ലാത്ത രീതിയിൽ സിനിമയുടെ ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സിനിമയുടെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും ഏകപക്ഷീയമായി ഏറ്റെടുക്കുന്നു നായക നടന്മാർ. പരാജയത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന രീതിയിൽ അടുത്ത സിനിമയിലേക്ക് വീണ്ടും ശമ്പളം കൂട്ടി ഓടിമറിയുന്നു. ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ, സിനിമ കഴിഞ്ഞാൽ ചില നടന്മാരുണ്ട്, ഒരു സിനിമ കഷ്ടപ്പെട്ട് ഈ വലിയ ബജറ്റൊക്കെ ഇട്ട് ഒരുപാട് ദിവസം എടുത്ത് ഷൂട്ട് ചെയ്യും. സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ട് കഴിഞ്ഞാൽ ഇവരുടെ പണി തീർന്നു, പിന്നെ ഇവരൊക്കെ വേറെ പണിക്ക് പോവുക. ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു 4-5 പ്രോഗ്രാം വെച്ചാൽ അങ്ങോട്ടൊന്ന് വരാൻ സന്മനസ് കാട്ടാത്ത ആളുകളുണ്ട്. അധ്വാനം അറിയാമല്ലോ, ഇത് സുഖിച്ച് അഭിനയിക്കുന്ന സിനിമകളാണ്. ഒരു അധ്വാനവും ഇല്ല. പണ്ട് കേട്ടിട്ടുണ്ട് നസീറൊക്കെ ലൊക്കേഷനിലെ ബെഞ്ചിൽ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം. 10-25 കിലോമീറ്റർ അപ്പുറമുള്ള ഹോട്ടലിൽ പോയി തനിക്ക് ഇഷ്ടമുള്ള മുന്തിയ ഹോട്ടലിലെ സ്യൂട്ട് റൂം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒരു സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞു, സിനിമ വിജയിക്കണ്ടേ, ജനങ്ങൾ കണ്ടാലല്ലേ സിനിമ വിജയിക്കുള്ളൂ. അതും കൂടി തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അറിയാം എന്നാൽ പോലും അതിന് മെനക്കെടുന്നില്ല. എൻ്റെ പണി കഴിഞ്ഞു, എൻ്റെ കാശ് കിട്ടി, ഇനി അവൻ അനുഭവിക്കട്ടെ, നിർമ്മാതാവായി, അവൻ്റെ പാടായി എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രൊമോഷൻ വർക്കിന് പോലും പങ്കെടുക്കാത്ത മുൻനിര നായകന്മാർ മലയാള സിനിമയിലുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ആ സമയത്ത് പ്രൊമോഷൻ വരാൻ നേരമില്ല. കാരണം അടുത്ത സിനിമ തുടങ്ങി, അതിൻ്റെ കാശ് മേടിച്ച് കീശയിലിട്ടിരിക്കുക. ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞു, ഇനി എൻ്റെ പണി കഴിഞ്ഞു, ഇനി അടുത്ത സിനിമ. ആ സിനിമയിൽ ഇത് തന്നെ, ആ ഷൂട്ട് കഴിഞ്ഞ് തനിക്കുള്ള പൈസ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ, കീശയിൽ വീണ് കഴിഞ്ഞാൽ, ആ സിനിമയെ പ്രചാരത്തിലെത്തിച്ച് അതിന് ജനങ്ങൾക്കിടയിൽ അംഗീകാരം നേടിക്കൊടുക്കാനുള്ള പ്രൊമോഷൻ വർക്കിന് സഹകരിക്കാത്ത നടന്മാരെ കുറിച്ച് എന്ത് പറയണം? ഇല്ലാ കഥകൾ പറഞ്ഞ് നിർമ്മാതാവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകനോ, അങ്ങനെയുണ്ടല്ലോ, സംവിധായകൻ ഒരു കഥ പറഞ്ഞാനിട്ട് ഒരു കഥാകൃത്തിനെയും കൂട്ടി നിർമ്മാതാവിൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും ഇത് ഭയങ്കര സംഭവമാണ്, ഇത് വന്നാൽ അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട നിർമ്മാതാക്കളെ കുഴിച്ചാടിക്കും. അല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം കഥയെക്കുറിച്ചൊക്കെ കഥ എഴുതുന്ന ഒരാളായതുകൊണ്ട്, വേണുകുന്നപ്പള്ളിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം കഥ എഴുതുന്ന ആളാണ്. കലാകൗമുദി നടത്തിയ ഒരു പ്രവാസി ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് അദ്ദേഹത്തിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് 2-3 വർഷം മുമ്പ് പ്രകാശനം ചെയ്തിരുന്നു. വളരെ വ്യാപകമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അങ്ങനെ കഥകളൊക്കെ എഴുതുന്ന ഒരാളായതുകൊണ്ട്, ഉള്ളിൽ കഥയുള്ളതുകൊണ്ട്, കഥയില്ലാത്തവരാണ് സിനിമയിലേക്ക് വരുന്ന പല നിർമ്മാതാക്കന്മാരും. അതുകൊണ്ട് കഥയുള്ളത് കൊണ്ട് ഒരാൾ വന്ന് കഥ പറയുമ്പോൾ കഥ ഇതെങ്ങനെയാണ്, ഇത് ഓടുന്നതാണോ, വിൽക്കുന്നതാണോ, നിൽക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ ഇദ്ദേഹത്തിന് കഴിയും, പലർക്കും കഴിയില്ല. അതുകൊണ്ടാണ് സംവിധായകർ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോട്, ഈ കഥ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ കഥയാണ്, ഇത് കണ്ടാൽ ആബാലവൃദ്ധം ജനങ്ങളും തിയേറ്ററിലേക്ക് ഓടിയെത്തുമെന്നൊക്കെ പറഞ്ഞ് മനോഹരമായ വാചാടോപം നടത്തി നിർമ്മാതാവിനെ കുഴിയിൽ വീഴിക്കും ഈ സംവിധായകൻ. അങ്ങനെ നിർമ്മാതാവിനെ കൊണ്ടുവരുന്ന സംവിധായകനോ എഴുത്തുകാരനോ കബളിപ്പിക്കപ്പെട്ട പാവപ്പെട്ട പ്രൊഡ്യൂസറെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുന്നു. സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നടന്മാർക്കില്ലാത്തതുപോലെ കഥാകൃത്തിനും സംവിധായകർക്കും ആ സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. ചിലപ്പോൾ ചില പുതുമുഖ ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകരൊക്കെ ഉണ്ടാകും. അവർ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഒരു സിനിമ എന്ന് പറയുന്നാൽ അവരുടെ ജീവിതത്തിന് മുന്നിൽ തുറന്നു കിട്ടിയ ഒരു വാതിലാണ്. ആ വാതിലൂടെ കയറി സഞ്ചരിച്ചാൽ മാത്രമേ ഈ മലയാള സിനിമയുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെയോ അനന്തമായ വീതികളിലൊക്കെ അവർക്ക്
കുതിച്ചു മുന്നേറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ അത്യധ്വാനം ചെയ്ത് ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യും. എന്നാൽ ഒരു 5-6 സിനിമയൊക്കെ വിജയിച്ചു കഴിഞ്ഞ സംവിധായകനാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് നടന്മാരെ പോലെയാണ്. അടുത്ത സിനിമയ്ക്കുള്ള കാശ് വാങ്ങി പെട്ടിയിലിട്ടിട്ടുണ്ട്. നിർമ്മാതാവെ താനായി തൻ്റെ പാടായി എന്ന് കരുതുന്ന കഥാകൃത്തുക്കളും സംവിധായകരും പോലും നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദുരന്ത സിനിമയുടെ ഇല്ലാത്ത ലാഭകഥകൾ പറഞ്ഞ് പുതിയൊരാൾക്ക് വേണ്ടിയുള്ള വേട്ടയാരംഭിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. അതായത് കഴിഞ്ഞ സിനിമ അങ്ങനൊന്നുമില്ല, അത് ഭയങ്കര സാറ്റലൈറ്റ് ഇത്ര കിട്ടി, OTT ഇത്ര കിട്ടി, മൊത്തം തിയേറ്റർ കളക്ഷൻ ഇത്രയായിരുന്നു, ഗംഭീര സിനിമയായിരുന്നു, ഭയങ്കര അഭിപ്രായം, എന്തൊക്കെ റിവ്യൂ വന്നു, റിവ്യൂ ഒക്കെ ആളുകളെ കൊണ്ട് വേണേൽ പരിചയക്കാരെ കൊണ്ട് തള്ളി മറിച്ചുണ്ടാക്കും. എന്നിട്ട് അതെല്ലാം കൂടെ പറഞ്ഞ് ഇത്രയും കുറേ ക്രെഡൻഷ്യൽസ് ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത ഒരു നിർമ്മാതാവിനെ കുഴിച്ചടിക്കില്ല, വേട്ടയാടാനുള്ള യാത്ര ആരംഭിക്കും. നിർമ്മാതാക്കളെ ഇങ്ങനെ നടന്മാരും ചില സംവിധായകരും ചില എഴുത്തുകാരും ചേർന്ന് വേട്ടയാടുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും സക്സസ്ഫുള്ളായിരിക്കുന്ന നിർമ്മാതാവായ വേണുഗോപാലാണ്. സ്വന്തം കീശയിൽ കാശ് കിടക്കുമ്പോൾ സ്വതന്ത്രമായി എന്തു തീരുമാനമെടുക്കാനും നിർമ്മാതാവിന് അവസരമുണ്ട്. ആ അവസരം നഷ്ടപ്പെടുത്തി പിന്നെ ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം? ദുരന്ത സിനിമകൾ ഏറെയും സമ്മാനിക്കുന്ന യുവകുമാരന്മാർ എത്ര ശമ്പളം വേണമെങ്കിലും ചോദിച്ചോട്ടെ. വേണുഗോപാൽ പറയുന്നത് നിങ്ങളുടെ കാശ് നിങ്ങളുടെ പോക്കറ്റിലല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തീരുമാനം എടുക്കാം. അടുപ്പിച്ച് സിനിമ പൊട്ടിക്കുന്ന നിർമ്മാതാക്കളോ സംവിധായകരോ കഥാകൃത്തുക്കളോ ഈവൻ നടന്മാരോ വന്നിട്ട് എൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് 5 കോടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ലേ തീരുമാനം, കാശ് നിങ്ങളുടെ കീശയിലല്ലേ. ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്നുണ്ടോ? അവർ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് പോകുന്നില്ലല്ലോ. കൊടുക്കാൻ പറ്റാത്ത ശമ്പളം കൊടുക്കാതിരിക്കുക, സിമ്പിൾ. അപ്പോൾ ഇപ്പോഴത്തെ വിവാദം താരങ്ങൾ റേറ്റ് കൂട്ടുന്നു. റേറ്റ് കൂട്ടുന്നതനുസരിച്ച് സിനിമയുടെ ചെലവ് കൂടുന്നു. സിനിമയുടെ ചെലവ് കൂടുമ്പോൾ അതനുസരിച്ച് ലാഭം കിട്ടിയില്ലെങ്കിൽ സിനിമ പൊട്ടുന്നു. ഇതിന് ഉത്തരവാദി ഒരു തരത്തിൽ പറഞ്ഞ നിർമ്മാതാവ് തന്നെയാണ്. മലയാള നടൻ ആവശ്യപ്പെടുന്ന അത്രയും പൈസ കൊടുക്കാതിരിക്കുക, അത്ര പൈസ തരാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിർമ്മാതാവിനുണ്ട്. അതാണ് വേണുഗോപാൽ പറയുന്നത്, നിങ്ങളുടെ കാശ് നിങ്ങളുടെ കീശയിലാണ്. യുവകുമാരന്മാർ വന്നിട്ട് എനിക്ക് ഇത്ര കോടി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് പറ്റില്ല എന്ന് പറയുക. പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കുമാരൻ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കില്ലായിരിക്കും, വേണ്ടാന്ന് വെക്കുക, അടുത്തൊരു നടനെ നോക്കുക, അടുത്ത നടനെ നോക്കുക. ഒരു പക്ഷേ നല്ല കഥയാണെങ്കിൽ, നല്ല തിരക്കഥയാണെങ്കിൽ, നല്ല ഡയറക്ടറാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന ചോക്ലേറ്റ് നായകൻ ഇല്ലെങ്കിലും ചിലപ്പോൾ സിനിമ വിജയിച്ചിരിക്കും. പലപ്പോഴും പറയുന്നത് വിജയിക്കുമ്പോൾ തിരക്കഥയാണ്, കഥയാണ്, സംവിധാനമാണ് എന്നൊക്കെ പറയാറുണ്ട്. നായകന്മാർ ഇപ്പം ഈ മലയാളത്തിലെ ഈ പറയുന്ന ചോക്ലേറ്റ് നായകന്മാരിൽ സിനിമ വിജയിപ്പിക്കാൻ മിനിമം ഗ്യാരണ്ടി ഉള്ള ആരുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഒരൊറ്റ നടനില്ല മലയാളത്തിൽ. യുവ നടന്മാരിൽ ഉണ്ടോ? ആരാ ഉള്ളത്? ഈ ഇന്നയാളുടെ സിനിമ വന്നാൽ അത് വിജയിക്കും. നമ്മളിപ്പോൾ വലിയ സൂപ്പർ പരിവേഷമുള്ള പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുടെ സിനിമകൾ 8 നില പൊട്ടി നമ്മൾ കിട്ടുന്നത് അല്ലേ? അങ്ങനെ ഇവരൊക്കെ വാങ്ങുന്ന പ്രതിഫലമോ അവരുടെ ശേഷിക്കത്തോ അവർക്കിങ്ങനെ ജനങ്ങൾ കൽപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് അവർ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട്. സ്വയം ആരും കൊടുത്തതല്ല, തന്നെത്താൻ എടുത്ത് തലയിൽ വെച്ചിരിക്കുക. അത് വെച്ചിട്ട് അവർ പറയും ഞാനാണ് മലയാള സിനിമയിലെ മുടി ചൂടാ മന്നൻ എന്ന് സ്വയം കരുതിയിട്ട് ഒരു കസര ഉണ്ടാക്കി അത് സിംഹാസനമാണെന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ നിർമ്മാതാക്കൾ പറയുന്നത് പോലെ വേണുഗോപാൽ സത്യത്തിൽ ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ പറഞ്ഞതിന് എതിര് പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളിങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കൊടുക്കാനുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ കൊടുക്കരുത്. ചോദിക്കുന്ന കാശ് പ്രതിഫലം കൂടുതലാണെങ്കിൽ തരില്ല എന്ന് പറയണം. അവർ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ. കൊടുക്കാൻ പറ്റാത്ത ശമ്പളം കൊടുക്കാതിരിക്കുക, സിമ്പിൾ. സിനിമയിൽ ജൂനിയറായ ആർട്ടിസ്റ്റുകളും പിന്നണി പ്രവർത്തകരും അധ്വാനത്തിന് ആനുപാതികമല്ലാത്ത ചെറിയ ശമ്പളം കൈപ്പറ്റുമ്പോൾ ഒരു നീതീകരണവുമില്ലാതെ ഭൂരിഭാഗവും കൈക്കലാക്കുന്നത് മേൽപ്പറഞ്ഞ ആളുകളാണ്. ഇതൊരു വസ്തുതയാണ്. ഒരു നടൻ എല്ലാ സൗകര്യങ്ങളോടും ഏറ്റവും മുന്തിയ ഹോട്ടലിൽ താമസിക്കുന്നു, സമയമാകുമ്പോൾ മുന്തിയ കാറിൽ വന്നിറങ്ങുന്നു, ഇറങ്ങുമ്പോഴത്തേക്ക് ഡോറ് തുറന്നു കൊടുക്കാൻ ആൾ അദ്ദേഹത്തെ നേരെ ആനയിച്ചുകൊണ്ട് തണുപ്പിച്ചിട്ടിരിക്കുന്ന കാരവനിൽ ഇരുത്തുന്നു, മുന്തിയ ഭക്ഷണം കൊടുക്കുന്നു, ഷോട്ടാകുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നു, ആ ഷോട്ട് കഴിയുന്നു, നേരെ വന്ന് കാരവനിലിരിക്കുന്നു. എത്ര സുഖിമാനായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ? അങ്ങനെ അഭിനയിക്കുന്ന ഒരു നടനും ആ സെറ്റിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ലൈറ്റ് ബോയ് മുതൽ അവിടുത്തെ സാധാരണ തൊഴിലാളിയും തമ്മിലുള്ള അധ്വാനത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഇവർക്കൊരു സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നേ ഉള്ളൂ. ആ സ്റ്റാർഡത്തിനായിരിക്കാം അവർ പണം വാങ്ങുന്നത്. പക്ഷേ അധ്വാനം നോക്കുമ്പോൾ ഇവരുടെ 1000 മടങ്ങ് പണിയെടുക്കുന്നുണ്ട് സിനിമയിലെ സാധാരണ തൊഴിലാളി. എന്നാൽ ഇവർക്ക് കിട്ടുന്നതിൻ്റെ
1000-1 പ്രതിഫലം ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടുന്നുണ്ടോ? ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ 2018 എന്നുള്ള സിനിമ വിജയിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ 200 കോടിക്ക് മേൽ കളക്ഷൻ കിട്ടിയ സിനിമയാണല്ലോ 2018. അത് കഴിഞ്ഞപ്പോൾ വേണു കുന്നപ്പള്ളി ആ സിനിമയിലെ ഏറ്റവും താഴെയുള്ള തൊഴിലാളിക്ക് വരെ ആ ലാഭത്തിൻ്റെ വിഹിതം കൊടുത്തു. അങ്ങനെ മലയാള സിനിമയിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തനിക്ക് തൻ്റെ സിനിമയ്ക്ക് കിട്ടിയ ലാഭത്തിൻ്റെ പെർസെൻറ്റേജ് ആ സിനിമയിൽ പണിയെടുത്ത ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലാളിക്ക് വരെ കൊടുക്കുന്ന മാതൃക കാണിച്ച ഒരു നിർമ്മാതാവിന് ഇത് പറയാൻ അവകാശമുണ്ട്, അല്ലേ? ഇയാൾ ആരാ ഇത് പറയാൻ? ഇയാൾ ഇന്നലെ വന്നതല്ലേ ദുബായിൽ നിന്ന്, അതുവരെ വേറെ ബിസിനസ് അല്ലായിരുന്നേ എന്ന് ചോദിക്കുന്നവരോട് മലയാള സിനിമയെ എങ്ങനെയാണ് ഈ നിർമ്മാതാവ് കൈകാര്യം ചെയ്യുന്നത്? സിനിമയിലെ സാധാരണക്കാരൻ എ മുതൽ ഇസഡ് വരെയുള്ള സകല ജീവനക്കാരനെയും, നടന്മാരുൾപ്പെടെ, നടന്മാരും ജീവനക്കാർ തന്നെയാണല്ലോ. പക്ഷേ വേറെ കാര്യമുണ്ട്, നമുക്ക് ഒരു വ്യവസായത്തിൽ പണം മുടക്കുന്നവന് അവിടെ പണിയെടുക്കുന്നവരുടെ മേലിൽ ഒരു സേ ഉണ്ട്, അല്ലേ? ഏത് കമ്പനിയിലും ഏത് സ്ഥാപനത്തിലും. ഇവിടെ അങ്ങനെയല്ല. നിർമ്മാതാവ് കാശ് മുടക്കും. നിർമ്മാതാവിനെ ആര് ഭരിക്കും? താരം ഭരിക്കും. വേണമെങ്കിൽ സംവിധായകനും ഭരിക്കും. താരത്തിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് കൈകെട്ടി നിൽക്കണം നിർമ്മാതാവ്. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകത്തേത് തൊഴിൽ മേഖലയിലാണ് പണം മുടക്കുന്നവൻ തൊഴിലാളിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് മലയാള സിനിമയിൽ മാത്രമാണ്. മലയാള സിനിമയിൽ മാത്രമാണ്. എന്നോടൊരിക്കൽ വേണു കുന്നപ്പള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഹോളിവുഡ് സിനിമകൾ 1-2 എണ്ണം നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് മൊത്തം ഒരു എമൗണ്ട് പറയാണ്. ഈ സിനിമയ്ക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ആ പണം കൊടുത്താൽ ആ പണം കൊണ്ട് ഷൂട്ട് ചെയ്ത് സിനിമ പൂർത്തിയാക്കി തരും. ഇവിടെ സിനിമ തുടങ്ങുമ്പോൾ 5 കോടി പറയും, ഷൂട്ടിംഗ് കഴിയുമ്പോൾ 10 കോടിയാവും, ആ സിനിമ ഇറങ്ങുമ്പോൾ 25 കോടിയാവും. അങ്ങനെയൊന്നും മറ്റേ ബോളിവുഡിൽ അതൊന്നും അവിടെ ഹോളിവുഡിലില്ല. ഹോളിവുഡിൽ സിനിമ നിർമ്മിക്കാൻ വേണ്ടി സിനിമയുടെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് പറയുന്നു, ആ കോസ്റ്റ് പേ ചെയ്യുന്നു, സിനിമ ഷൂട്ട് ചെയ്ത് കയ്യിലോട്ട് തരുവാണ്. അതായത് താരങ്ങളുടെയും ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻ്റെയും എല്ലാം പൈസ ഇതിനകത്ത് കൂട്ടി ഇൻക്ലൂഡിംഗ് ആണ്. അങ്ങനെയാണ് ഹോളിവുഡിൽ സിനിമകൾ ചെയ്യുന്നത്. ഇദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ എന്താ സംഭവിക്കുന്നത്? 15 ദിവസം ഷൂട്ട് പറഞ്ഞാൽ 45 ദിവസമാകും. ഒരു ഉളുപ്പുമില്ലാതെ ഇവർ ലാഗ് ചെയ്ത് ഒരു നിർമ്മാതാവിൻ്റെത് എങ്ങനെയൊക്കെ പരമാവധി അടിച്ചു മാറ്റി തിന്നാമെന്ന് കരുതുന്ന ആളുകൾ മലയാള സിനിമയിലുണ്ട് എന്നത് സത്യമായ രഹസ്യമാണ്. ആരും പറയുന്നില്ല. പറയുന്നവൻ നോട്ടപ്പുള്ളിയാവും. ഇനി നമുക്ക് ബാക്കിയൂടെ വായിക്കാം. അപ്പോൾ ഈ സിനിമാ നിർമ്മാണത്തിൻ്റെ ഭൂരിഭാഗം ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന മുതൽ മുടക്കിൻ്റെ സിംഹഭാഗവും കൈപ്പറ്റിക്കൊണ്ട് പോകുന്ന ആരാന്നറിയോ? ഈ പറഞ്ഞ 3-4 താരങ്ങളാണ്. ഒരു സിനിമയിൽ മിനിമം ഒരു 200 പേരെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ വേണം, അല്ലേ? പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഒരു 80% 3-4 ആളുകളാണ് കൊണ്ടുപോകുന്നത്. അതെന്തൊരു ജനാധിപത്യമാണ്! അല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന് വേണ്ടി ആണയിടുമല്ലോ, ഈക്വലി ഡിവൈഡ് ചെയ്യണമെന്ന്. ഈക്വലി ഒന്നും വേണ്ട, ന്യായമായ ഒരു വിഭജനമെങ്കിലും വേണ്ടേ ഈ പണത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ? ഇല്ലാ കഥകൾ പറഞ്ഞ് ഒരു സിനിമ തുടങ്ങിയിട്ട് പിന്നെ നെറികേടിൻ്റെ നേർചിത്രമാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ബജറ്റിൻ്റെ 10-15% ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിയാലിറ്റി അറിയാം, യാഥാർത്ഥ്യം അറിയാം. നമ്മൾ സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് സാധനങ്ങൾക്ക് വില കൂടാം, ഫ്യൂവലിൻ്റെ വില കൂടാം, പല ഘടകങ്ങളുണ്ടാവാം. അപ്പോൾ ഒരു 10-15% വരെയൊക്കെ ഒരു 5 കോടി സിനിമ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോടി രൂപയൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ ചിലവ് വന്നേക്കാം, സ്വാഭാവികം. എന്നാൽ 100-300% വരെ ചിലവ് കയറുമ്പോഴും അടുത്ത വരി ശ്രദ്ധയാണ്. ചിലവ് കയറുമ്പോൾ നിർമ്മാതാവിൻ്റെ ചങ്കടിക്കും. പക്ഷേ ഒരാൾക്കൊരു കുലുക്കമില്ല. ആർക്കതറിയാമോ? ഒരാൾക്കല്ലേ വേണു കുന്നപ്പള്ളി ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് എനിക്കറിയാൻ 2 പേരുടെ കാര്യം. 2 പേരെന്ന് ഞാൻ പറയും. കാരണം ആരാണെന്നറിയോ? സിനിമയുടെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 100-300 ഇരട്ടി വരെ ചിലവ് കയറുമ്പോഴും സന്തോഷവാനായി ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന സംവിധായകനെ എന്തു പറയാനാണ്? സംവിധായകൻ്റെ പ്രശ്നം വല്ലവൻ്റെയും കാശല്ലേ ഇത്? 200 കോടിയാലും 300 കോടിയാലും ഇവനെന്ത്? ഈ സിനിമ വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും എനിക്കെന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന സംവിധായകൻ മാത്രമല്ല, നടന്മാരും അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഇത് ചിലവ് കൂടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് 25 ദിവസത്തെ കോൾ ഷീറ്റ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ 20 ദിവസം കൂടി, ഞാൻ അടുത്ത 10 ദിവസം കുറച്ച് കൂടുതൽ സമയം ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന എത്ര നടന്മാരുണ്ട്? ഇല്ല. അത്ര ചിലവ് കൂടിയാലും എൻ്റെ കോൾ ഷീറ്റ് ഇത്രയാണ്, ഇത്ര സമയത്ത് ഞാൻ വരുള്ളൂ,
ഇപ്പം 30 ദിവസമുണ്ട്, 30 ദിവസം കൊണ്ട് ഞാൻ ചെയ്യത്തുള്ളൂ. ഏതും സിനിമയുടെ എക്സ്പെൻസും അല്ലാതെ കൂടി, അതുകൊണ്ട് 30 ദിവസം എന്നുള്ളത് നമുക്ക് 15 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാം, ഞാനൊന്ന് ഓവർ ടൈം വർക്ക് ചെയ്യാം എന്ന് തയ്യാറാവുന്ന നടന്മാരോ നടിമാരോ മലയാള സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആരും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത്തരക്കാർക്ക് ആജീവാനന്ദ വിലക്ക് ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ പുതുതായി വരുന്ന നിർമ്മാതാക്കളോട് ഇവരുടെ വീരഗാഥകൾ പറഞ്ഞു കൊടുക്കാനോ അസോസിയേഷനുകൾക്ക് സാധിക്കില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഒരാൾ മലയാള സിനിമ നിർമ്മിക്കാൻ വരുമ്പോൾ ഒരാൾ ആദ്യം പോയി ഈ നിർമ്മാതാക്കളുടെ സംഘടനയെ അംഗത്വം എടുക്കണം എന്നൊരു മാമൂലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ മാമൂൽ എടുത്തു കഴിഞ്ഞ് അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കാണ്ട് 1 ലക്ഷം രൂപ മറ്റോ കൊടുക്കണം മെമ്പർഷിപ്പ്. അങ്ങനെ സബ്ജക്റ്റ് ടു കറക്ഷൻ, എനിക്കറിയില്ല, നമ്മൾ സിനിമയുമായി അത്ര വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെ സിനിമാ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിലിം ചേംബർ എന്ന മറ്റാണെന്ന് ഇപ്പോൾ പേരെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ നേടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്ത ആളുകൾ, ഭാരവാഹികൾ, പ്രസിഡൻറ്റോ സെക്രട്ടറി ആരുടെങ്കിലും നിങ്ങൾ ഏത് പടാ ചെയ്യുന്നത്, ആരാണ് സംവിധായകൻ, ആരാണ് കഥാകൃത്ത്, ആരാണ് നായകൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന സംവിധായകനാണോ നിങ്ങൾ കുഴിയിലാവും കേട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ അസോസിയേഷൻ കാണിക്കണം. അല്ലാതെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഈ പൈസ മേടിച്ച് പെട്ടിലിട്ടാൽ പോരല്ലോ. ഒരു പുതിയ നിർമ്മാതാവ് വരുമ്പോൾ അയാൾക്ക് അക്കടി പറ്റാതിരിക്കാൻ, അയാൾ കുത്തുവാളയെടുക്കാതിരിക്കാൻ അയാൾക്ക് പ്രോപ്പറായ ഗൈഡൻസ് കൊടുക്കേണ്ടത് അസോസിയേഷനുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പം അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ അല്ലേ, നിർമ്മാതാക്കളുടെ സംഘടന, അവരെ സംബന്ധിച്ച് അഭിനേതാക്കളുടെ സംഘടന. ഈ അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് അവരുടെ അംഗങ്ങളോട് പറഞ്ഞുകൂടെ, എടേ സിനിമ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, നമ്മളുണ്ടെങ്കിലേ അമ്മയുള്ളൂ. അപ്പോൾ ഇത് സിനിമ നടക്കണം, സിനിമ ലാഭകരമായി പോകണം. നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്നവന് ആ മുടക്ക് മുതലെങ്കിലും കിട്ടണം. അതുകൊണ്ട് നമ്മൾ ചില വിട്ടുവീഴ്ചകൾ തയ്യാറാവണമെന്ന് അമ്മയും ചേംബറും തുടങ്ങിയ മാക്ടയും എന്തൊക്കെ സംഘടനകളുണ്ടോ അവരൊക്കെ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണ്. സിനിമ എന്ന് പറയുന്നത് പൊന്മുട്ടയിടുന്ന ഒരു താറാവായിട്ട് കരുതുന്ന ആളുകൾ ഈ സിനിമയെ കൊല്ലുകയാണ്. കൊടൂര നഷ്ടം വരുത്തിയ സിനിമകളുടെ നായകനും ഡയറക്ടറുമെല്ലാം വീണ്ടും വീണ്ടും അതിലും വലിയ സിനിമകൾ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മമ്മേ എന്ന് നമ്മൾ വിലവിളിച്ചു പോകും എന്നാണ് വേണു കുന്നപ്പള്ളി പോകുന്നത്. കാരണം നഷ്ടം വന്നാലും 8 നില സിനിമ പൊട്ടിയാലും ഈ നിർമ്മാതാവനും ഈ നായകനും പിന്നെ സിനിമ കിട്ടുക. അത് കാണുമ്പോൾ 8 നില പടം പൊട്ടി വഴിയാധാരമായി ഉള്ള വീടും പറമ്പും കയ്യിൽ നിന്ന് പോയ നിർമ്മാതാക്കൾ നിലവിളിച്ചു പോകും. എത്ര നഷ്ടമായാലും നിർമ്മാതാവിനെ കൊല വിളിച്ചാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. സിനിമ തുടങ്ങിയാൽ പിന്നെ ഇവരുടെ ചെലവുകൾക്ക് പരിധികളില്ല. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഒരുമാതിരി ദത്തെടുത്തതുപോലെയാണ് പിന്നത്തെ കാര്യങ്ങൾ. ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്കും, തരം കിട്ടിയാൽ പൈലറ്റിൻ്റെ സൈഡിൽ പോലും ഇരിക്കാൻ അവർ ആവശ്യപ്പെടും. അവിടെ പോലും സീറ്റ് വേണമെന്ന് പറയും. 5 സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ട് റൂം, ഏറ്റവും മുന്തിയ കാറുകളും 5 സ്റ്റാർ ഭക്ഷണവുമെല്ലാം ഇവരുടെ ചെറിയ ആവശ്യങ്ങൾ മാത്രം. സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കൾ അത് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കണ്ണിൽ ചോരയില്ലാത്ത ഇതുപോലെയുള്ളവരെ പറ്റി ഒരു ചെറിയ അന്വേഷണം നടത്തിയാൽ നഷ്ടസ്വർഗത്തിലേക്കുള്ള പോക്ക് കുറയ്ക്കാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാള സിനിമയുടെ നഷ്ടക്കണക്കുകൾ പറഞ്ഞ് പരിതപിക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് പലപ്പോഴും ഈ തോന്നിയവാസങ്ങൾക്ക് കുട പിടിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം സിനിമാ വ്യവസായത്തിൻ്റെ ഉന്നമനത്തിനും ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് അദ്ദേഹം ഈ സിനിമാ സംഘടനകളുടെ ഭാരവാഹികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ്. ഒരാൾ സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമയിലേക്ക് വരുന്ന ആളെ ഈ ഇൻഡസ്ട്രിയിൽ നിലനിർത്താൻ വേണ്ടി അയാൾക്ക് ചില ആളുകളെക്കുറിച്ച് തുറന്നു പറയേണ്ടി വരും. നിങ്ങൾ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ദോഷങ്ങൾ സംഭവിക്കുമെന്ന് ഒരു നിർമ്മാതാവിനെ ബോധ്യപ്പെടുത്താൻ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട്. അവിടെ എന്തായും ഇരിക്കുന്ന ആൾ, ആ നടൻ അല്ലെങ്കിൽ ആ സംവിധായകൻ അവിടെ ഇരിക്കുന്ന ആൾക്ക് വേണ്ടപ്പെട്ടതാണെങ്കിൽ അയാൾ കുഴപ്പക്കാരനല്ല, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാതാവാൻ വരുന്ന മനുഷ്യനെ ചതിക്കലാണ്. ഏതായാലും വേണു കുന്നപ്പള്ളി മുമ്പൊരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ സിനിമാ സംഘടനകളിലൊന്നും അംഗമല്ല, നിർമ്മാതാക്കളുടെ സംഘടനയിലും അദ്ദേഹത്തിന് അംഗത്വമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരിടത്തും അംഗത്വമില്ല എന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഏതായാലും മലയാള സിനിമ വലിയ അപകടത്തിലാണ്. സിനിമ ഇനി ഇറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇറക്കത്തില്ല എന്ന് പറയാൻ ഇയാൾ ആരാന്ന് പറഞ്ഞ് വേറൊരാൾ വരുന്നു. അത് ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമാണെന്ന് പറയുന്നു. അങ്ങനെ സിനിമയുടെ പേരിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കവിതർക്കങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ നിർമ്മാതാവ് മലയാള സിനിമയിൽ മറ്റ് പല നിർമ്മാതാക്കളും വരുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാണ്. മോഹൻലാലിനെ വെച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു
ആദ്യകാല മോഹൻലാലിൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവും സുരേഷ് കുമാർ ആയിരിക്കും. അതുകൊണ്ട് സുരേഷ് കുമാറിന് ഇത് പറയാൻ അർഹതയില്ല എന്നാരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും ഒരു തെറ്റായ കാര്യമാണ്. സുരേഷ് കുമാർ പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയെ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. വേണു കുന്നപ്പള്ളി അതിനോടൊപ്പം ആഡ് ചെയ്യുന്നത് മലയാള സിനിമയെ നന്നാക്കാൻ നിർമ്മാതാക്കൾക്ക് കഴിയും. കാരണം ഇത്തരം പ്രലോഭനങ്ങൾക്ക്, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വൃത്തിയായി ഇറങ്ങുന്നുണ്ട്. സിനിമ നിർമ്മിക്കാൻ വന്ന സിനിമ നിർമ്മിക്കണം എന്നത് മാത്രമായിരിക്കണം താല്പര്യം. അല്ലാതെ സിനിമാ നിർമ്മാണത്തിൻ്റെ പേരിൽ ബാഹ്യമായ വേറെ ഒരുപാട് താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. അത് മാറ്റിവെക്കണം, പെട്ടുപോകും. മിനിമം പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ടി വായിക്കാനുള്ള ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നൊരു നിർമ്മാതാവ്, അദ്ദേഹം കുറച്ച് മുമ്പ് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറയുന്നത് ഈ അഭിനയിക്കാൻ വരുന്ന നടൻ അയാൾ വലിയ കോസ്റ്റാണ് മേടിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആദ്യം ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു 30% പൈസ കൊടുക്കണം. എന്നിട്ട് ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഒരു 30% കൊടുക്കണം. പിന്നീട് ഇത് റിലീസ് ആകുന്ന സമയത്തുള്ള ഈ പ്രൊമോഷൻ വർക്ക് ആ സമയത്ത് 40% കൊടുക്കണം. അപ്പോൾ ഈ പറയുന്ന അതൊരു നല്ല തീരുമാനമാണ് അല്ല? ഈ നിർമ്മാതാവിൻ്റെ പോക്കറ്റ് കയറില്ല, നടൻ്റെ അഹങ്കാരം ഒരു വിധം വരെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. ഇത്തരം സജഷൻസ് വരട്ടെ അല്ലേ? ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന ഈ സാധനങ്ങൾ വേണ്ടത്ര റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് കൂടുതൽ പേര് അറിയാത്തത്. പണ്ട് ഈ സീരിയലിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. അതായത് സീരിയൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നായികമാരുടെയൊക്കെ ആദ്യമേ തന്നെ ശവപ്പെട്ടി കിടക്കുന്ന ഒരു ഷോട്ട് എടുത്തു വെച്ചേക്കും. എപ്പോഴാണ് ആവശ്യം വരുന്നത് ഉടക്കി കഴിഞ്ഞാൽ അപ്പുറം തന്നെ എന്നൊക്കെ പറയുന്ന പോലെ പറ്റുമെങ്കിൽ ഈ പ്രധാനപ്പെട്ട നായക നടന്മാരുടെയും നായികമാരുടെയൊക്കെ നായകന്മാരുടെ മതി നായികമാർക്ക് മലയാള സിനിമയിൽ അങ്ങനെ ഒരു ഉണ്ടല്ലോ, നായികമാർക്ക് കാശൊന്നും ഇല്ല. ഒരു നായകന് കിട്ടുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇവിടുത്തെ ഏറ്റവും വലിയ നായിക കിട്ടുന്നുണ്ട്? ആലോചിക്കേണ്ടതാണ്. ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത സാധാരണ നായികമാർക്ക് ഒരു നായക നടന് ആ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചോക്ലേറ്റ് കുമാറിന് കിട്ടുന്നതിൻ്റെ 10% കിട്ടുന്നില്ല ഒരു നായികയ്ക്ക്. അതുകൊണ്ട് പറ്റുമെങ്കിൽ സ്ക്രിപ്റ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പ്രധാനപ്പെട്ട കുമാരന്മാരുടെ പൈലറ്റിൻ്റെ അടുത്തിരിക്കണം എന്ന് പറയുന്ന കുമാരന്മാരുടെ ഒരു ഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വേറെ ആമ്പിള്ളേരെ വെച്ച് അഭിനയിപ്പിക്കണം. ഇതേ മരിച്ചു വേറെ ആൾ വന്നു പറഞ്ഞ് മാത്രമല്ല, ഇത് ഭാഗ്യം കൊണ്ട് കുറേ ആളുകൾക്ക് സിനിമയിൽ അവസരം കിട്ടുന്നു, അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവസരം കിട്ടാതെ ഇവരെക്കാളൊക്കെ വലിയ എത്രയോ മഹാനടന്മാർ ഈ സമൂഹത്തിലുണ്ട്. അവസരം കിട്ടാത്തതുകൊണ്ടല്ലേ? ഇവരുടെ പിന്നാലെ മാത്രം ക്യാമറയും വെച്ചുകൊണ്ട് തള്ളി നടക്കുമ്പോൾ ഇവർ കരുതുന്നത് ഞങ്ങളില്ലെങ്കിൽ മലയാള സിനിമ ഇല്ല, ലോക സിനിമ ഇല്ലെന്നല്ല. അങ്ങനെ കാണിച്ചു കൊടുക്കാൻ ചങ്കുറപ്പുള്ള 4-5 നിർമ്മാതാക്കൾ വന്നാൽ ഈ രോഗം മാറിക്കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.